ഇസ്രയേലിനെതിരായ യമൻ ഗ്രൂപ്പിന്റെ ഭീകരാക്രമണം ഗുരുതരമായ തെറ്റായിരുന്നുവെന്ന് പ്രതികരിച്ച മുൻ ഹൂതി ഉദ്യോഗസ്ഥൻ പലസ്തീനികളെ സാമ്പത്തികമായി മാധ്യമ പ്രചാരണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെപ്പോലെ മാനുഷിക സഹായത്തിലൂടെയോ സഹായിക്കാൻ കഴിയുമായിരുന്നു. മറുവശത്ത് ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഹൂതികളുടെ ശ്രമം മാനുഷിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്തെ സാധാരണ ജനങ്ങളെ അപകടത്തിലാക്കുന്ന നടപടിയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഇസ്രയേൽ സാധാരണക്കാരെ കൊല്ലുമ്പോൾ ഹൂതികൾ ദശലക്ഷക്കണക്കിന് യമനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു. ബ്രിട്ടനെയും യുഎസ്എയും പോലെയല്ല ഇസ്രയേൽ മനഃപൂർവ്വം സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയാണ്. ഇസ്രയേലും പലസ്തീനും തമ്മിലാണ് സംഘർഷം. ഞങ്ങൾക്ക് ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടലില്ല. ഹൂതികൾക്ക് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രാപ്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം പോലും ഇല്ല എന്നും മുൻ ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നു. കൂടാതെ ഇസ്രയേൽ യമനിൽ നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭയവും ഹൂതി ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചു. സാധാരണ ജനത അതിന് വില കൊടുക്കേണ്ടി വരും. ടെലവീവിലെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഹയോം റിപ്പോർട്ട് വരുന്നതിന്റെ തലേ ദിവസമാണ് ഹുദൈദിലെ ഹൂതികൾക്കെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. IDF-15, F-35 എന്നിവയ്ക്കായി 2 മണിക്കൂറും 50 മിനിറ്റും മറ്റു യുദ്ധവിമാനങ്ങൾ ഏകദേശം 10 വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് യമനിലെ ഹൂതികൾ വീണ്ടും വെല്ലുവിളി മുഴക്കി. ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അത് വൈകില്ലെന്നും ഹൂതികളുടെ മുന്നറിയിപ്പുമുണ്ട്. ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും 83 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹൂതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം വിലയിരുത്തി. അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രയേൽ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയായിരുന്നു ഇത്. എണ്ണ സംഭരണികൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു. അതേസമയം ഇസ്രയേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചേർക്കണമെന്ന് UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേൽ നേതൃത്വം തീരുമാനിച്ചു. നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 6 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായിട്ടുണ്ട്. കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നെതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നന്ദി പറഞ്ഞതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ യുഎസിലേക്ക് തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ ടെലവീവ് വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത്. ഗാസ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. അവയിൽ മിക്കതും യുഎസും ഇസ്രയേലും പ്രതിരോധ നടപടികളാൽ തടഞ്ഞിരുന്നു. ഈ ആക്രമണങ്ങൾ മൂലം ചില ഷിപ്പിംഗ് കമ്പനികളും ഈ വഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരുന്നു. നവംബർ 19 ജപ്പനീസ് കമ്പനി ചാർട്ടർ ചെയ്ത ഒരു കാർ കാരിയർ പിടിച്ചെടുക്കാൻ തീവ്രവാദികൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും ഒരു ഇസ്രയേലി വ്യവസായിയുമായി ബന്ധമുള്ളതുമായ സംഘത്തെ തട്ടിക്കൊണ്ടുപോയതോടെയാണ് സ്ഥിതിഗതികൾ വഷളാകുന്നത്. ഇസ്രയേലുമായോ സഖ്യകക്ഷികളുമായോ ബന്ധമുള്ളതായി തങ്ങൾ കരുതുന്ന എല്ലാ കപ്പലുകളും സായുധ സേനയുടെ നിയമപരമായ ലക്ഷ്യമായി മാറുമെന്ന് ഹൂതികൾ അറിയിപ്പ് നൽകിയിരുന്നു. കപ്പലുകൾക്ക് നേരെയുള്ള ഒന്നിലധികം ആക്രമണങ്ങൾ ഹൂതി തുടർന്നെങ്കിലും പലതും പരാജയപ്പെട്ടിരുന്നു. സംഘർഷം വർദ്ധിച്ചതോടെ പല ഷിപ്പിംഗ് കമ്പനികളും ചെങ്കടൽ പാതയെ മറികടന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഗുഡ് ഹോപ്പിന് ചുറ്റും വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.